പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിലൂടെ അതിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വളരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് ഏകദേശം ഇതിന്റെ ചരിത്രങ്ങൾ അറിയാവുന്നത് കൊണ്ട് എളുപ്പമായതുമായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഗാന്ധി എന്നാണ് ആരംഭിച്ചത്. 1930 കാലഘട്ടത്തിൽ. എന്താണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്? നോൺ വയലന്റ് ആൻഡ് പാസീവ് റെസിസ്റ്റൻസ്. ഒരു അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു മുന്നേറ്റമായിരുന്നു, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഒരു പാസീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്തോ ആക്റ്റീവായിട്ട് വലിയ സമരങ്ങൾ നടത്തിയതല്ല. ഒരു പ്രത്യേക ഗാന്ധിയുടെ മാർഗ സത്യാഗ്രഹം, ഒരു നിസ്സഹകരണം, അല്ലെങ്കിൽ സിവിൽ ലോയോട് അനുഭവം പ്രകടിപ്പിക്കാതെ വരിക, അതിനെ അനുസരിക്കാതിരിക്കുക. ഡിസൊബേ സർട്ടൻ ലോസ്, എതിരായിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക. റെഫ്യൂസൽ ടു പേ ടാക്സ്, ടാക്സ് അടയ്ക്കുന്നത് നിരസിക്കുക. ബോയ്കോട്ടിംഗ് ഷോപ്പ് സെല്ലിംഗ് ഫോറിൻ ഗുഡ്സ്, വിദേശ സാധനങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന കടകൾ ബോയ്കോട്ട് ചെയ്യുക. ഇതൊക്കെയായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഇനി അതിൽ നിന്ന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ദണ്ഡി മാർച്ച്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സോൾട്ട് സത്യാഗ്രഹ. എന്നായിരുന്നു? മാർച്ച് 12, 1930. എവിടെ നിന്ന് ആരംഭിച്ച് എവിടേക്കാണ് പോയത്? ഗാന്ധിയുടെ ഗുജറാത്തിലുള്ള അഹമ്മദാബാദിലുള്ള സബർമതി നദീതീരത്തുള്ള സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച് കോസ്റ്റൽ ഏരിയ, ഗുജറാത്തിന്റെ കോസ്റ്റൽ ഏരിയ സബർമതിയിലെ ദണ്ഡിയിലേക്ക് മാർച്ച് നടത്തുന്നു. 24 ദിവസമാണ് അതിനെടുത്തത്. 356 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ദണ്ഡി കടപ്പുറത്തെത്തുന്നത്. അവിടെ പോയി ഉപ്പ് ഉണ്ടാക്കുക, ഉപ്പ് ഉണ്ടാക്കി ഒരു സത്യാഗ്രഹം, ഉപ്പുണ്ടാക്കി ആ നിയമം നിരസിക്കുക. അല്ലെങ്കിൽ ഉപ്പുണ്ടാക്കുന്നതിന് പ്രത്യേകമായ ടാക്സ് ഉണ്ടായിരുന്നു, അത് ആ നിയമം ലംഘിക്കുക. അതായിരുന്നു ദണ്ഡി മാർച്ച്. ഓൺ ദ മോർണിംഗ് ഓഫ് April 6, മാർച്ച് 12 ആരംഭിച്ചു. April 5 ദണ്ഡി കടപ്പുറത്തെത്തി. April 6 രാവിലെ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പോയ അനുയായികളും കൈ നിറയെ സോൾട്ട് എടുത്ത് ഈ കടൽ തീരത്ത് നിന്നും ഉപ്പെടുത്ത് പ്രൊഡ്യൂസിങ് സോൾട്ട്, ടെക്നിക്കലി പ്രൊഡ്യൂസിങ് സോൾട്ട് ആൻഡ് ബ്രേക്കിംഗ് ദ ലോ. അങ്ങനെ നിയമം ലംഘിക്കുകയാണ് അതിലൂടെ ചെയ്തത്. ദണ്ഡി മാർച്ചിലൂടെ thousands were arrested. അത് കുറച്ച് ആദ്യ ദിവസങ്ങളിലൊന്നും അറസ്റ്റ് ഉണ്ടായില്ല. അതിനുശേഷം ഏപ്രിൽ മാസത്തിന്റെ അവസാനത്തോടെ ആയപ്പോഴേക്കും ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു. ആയിരങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. ഇന്ത്യ ഒട്ടാകെ ഈ സത്യാഗ്രഹം വളർന്നു വന്നിരിച്ചു. ആയിരങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഗാന്ധി മെയ് മാസം ആദ്യ കാലങ്ങളിൽ ഗാന്ധിയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്തായാലും ഈ സോൾട്ട് ടാക്സിന്റെ അല്ലെങ്കിൽ ഈ ദണ്ഡി മാർച്ചിനോടനുബന്ധിച്ച് ആ സത്യാഗ്രഹം നടക്കാനുണ്ടായ ഒരു സാഹചര്യം, അതിന്റെ ഒരു പിന്നിലേക്ക് പോകുമ്പോൾ ചരിത്രം ഉണ്ടായിരുന്നു. 1835 സ്പെഷ്യൽ ടാക്സ് വർ ഇമ്പോസ്ഡ് ഓൺ ഇന്ത്യൻ സോൾട്ട് ടു ഫെസിലിറ്റേറ്റ് ഇറ്റ്സ് ഇമ്പോർട്ട്. അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സോൾട്ടിന് ഒരു നികുതി ഈടാക്കി. എന്തിനു വേണ്ടിയാ? ഇമ്പോർട്ട് കൂട്ടാൻ. സോൾട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപയോഗിച്ചാൽ കൂടുതൽ ടാക്സ് ചുമത്തി. അതുകൊണ്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സോൾട്ടിന് കൂടുതൽ വില വരും. ഇമ്പോർട്ട് ചെയ്യുന്ന ഉപ്പിനായിരിക്കും വില കുറവ്. അതിനുവേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പാടില്ല, ഇന്ത്യയിൽ ഉപയോഗിച്ചാൽ അത് കൂടുതൽ നികുതി ചുമത്തി. ഹ്യൂജ് ഡിവിഡൻഡ് ഫോർ ട്രേഡേഴ്സ് ഓഫ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒത്തിരിയേറെ ഡിവിഡൻഡ്, ലാഭവിഹിതം ഇതിന് ലഭിച്ചു. 1858 ഗവർണർ ജനറൽ മാറി ക്രൗൺ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവസാനിച്ച് ക്രൗണിന്റെ നേരിട്ടുള്ള ഭരണത്തിന് ആയെങ്കിലും ഈ നിയമം പിൻവലിച്ചില്ല, ഈ ടാക്സ് പിൻവലിച്ചില്ല. ഇത് സോൾ ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് കണ്ടന്റ് ബൈ ഇന്ത്യൻസിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവര് ആരംഭം മുതലേ അതിനെതിരെ പ്രതികരിച്ചിരുന്നു. 1885 ആദ്യത്തെ ഇന്റർനാഷണൽ കോൺഗ്രസിൽ പോലും, ബോംബെയിൽ നടന്ന ആദ്യത്തെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വരെ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുമൊക്കെ
വലിയ സത്യാഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരു ജനകീയ മുന്നേറ്റങ്ങളൊക്കെ ഈ ടാക്സിന്, ഈ ഉപ്പിന്റെ മേലുള്ള നികുതിക്ക് എതിരായിട്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും കൾമിനേഷൻ ആണ്, അതിന്റെ പീക്ക് പോയിന്റ് ആണ് ദണ്ഡി മാർച്ചും സോൾട്ട് സത്യാഗ്രഹവും, ഗാന്ധിയുടെ സോൾട്ട് സത്യാഗ്രഹവും 1930. ഓക്കെ, tax resistance is a refusal to pay tax because opposition of the government that imposing tax or to government policy or as an opposition taxation. Tax resistance എന്ന് പറഞ്ഞാൽ നീ നികുതി അടയ്ക്കാതിരിക്കുക. എന്തിനു വേണ്ടി? ഗവൺമെന്റിന്റെ ചില നയങ്ങൾക്കെതിരെ, നിയമങ്ങൾക്കെതിരെ, ഗവൺമെന്റിന്റെ ചില മെത്തേഡുകൾക്കെതിരെ ഉള്ള ഒരു പ്രതിഷേധമായിട്ട് ടാക്സ് അടയ്ക്കാതിരിക്കുകയാണ്. ടാക്സ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല, ലോകത്ത് മുഴുവൻ നടക്കുന്ന ഒരു പ്രതിരോധ അല്ലെ പ്രക്ഷോഭ നടപടിയാണ് ടാക്സ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. Who described Gandhi's march to Dandi in the following words? ഈ താഴെ പറയുന്ന ഭാഗം എന്താ? Like the historic march of Ramachandra to Lenga, the march of Dandi will be memorable. ആരായിരുന്നു പറഞ്ഞത്? മോട്ടിലാൽ നെഹ്റു. രാമചന്ദ്രൻ എന്ന് പറഞ്ഞ രാമന്റെ ലങ്കയിലേക്കുള്ള ചരിത്രപരമായ മാർച്ച് പോലെ തന്നെയായിരിക്കും ഗാന്ധിയുടെ ഡൽഹിയിലേക്കുള്ള മാർച്ചും. മോട്ടിലാൽ നെഹ്റു. Okay. How many followers of Gandhiji participated in Dandi March? 78 പേരായിരുന്നു ദണ്ഡി മാർച്ചിൽ ഗാന്ധിയുടെ കൂടെ സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് 24 ദിവസം നീണ്ടു നിൽക്കുന്ന മാർച്ചിൽ പങ്കെടുത്തത്. Who led civil disobedience movement? ആരായിരുന്നു സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നേതൃത്വം വഹിച്ചത്? മഹാത്മാഗാന്ധി. Which renowned musician sang the famous song രഘുപതി രാഘവ രാജാറാം? ആ പാട്ട് ദണ്ഡി മാർച്ചിൽ പാടി ആരായിരുന്നു? അത് ആരുടെ ഗാനമായിരുന്നു? വിഷ്ണു ദിഗംബർ പലൂസ്കർ, അദ്ദേഹത്തിന്റെ ഗാനമായിരുന്നു അത്. Who was popularly called ബാദ്ഷാ ഖാൻ or Frontier Gandhi? അതിർത്തി ഗാന്ധി അല്ലെങ്കിൽ ബാദ്ഷാ ഖാൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. Okay, who first used the slogan ഇൻകുലാബ് സിന്ദാബാദ്? ആരായിരുന്നു ആ ഇൻകുലാബ് സിന്ദാബാദ് ഉപയോഗിച്ച ആദ്യം? ആരായിരുന്നു? ഭഗത് സിംഗ്. ആരായിരുന്നു ഭഗത് സിംഗ്? ഷഹീദ് ഭഗത് സിംഗ്. ഷഹീദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മാർട്ടിയർ എന്നാണ്, രക്തസാക്ഷി എന്നാണ് ഷഹീദ് എന്ന പദത്തിനർത്ഥം. ഷഹീദ് ഭഗത് സിംഗ്, ഫേമസ് ഫ്രീഡം ഫൈറ്റർ, വാസ് ഹാങ്ഡ്. അദ്ദേഹം തൂക്കി കൊല്ലപ്പെട്ടെന്നാണ് 1931 മാർച്ച് 23. He was hanged. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ആ മരണം ഭരിച്ചത്, രക്തസാക്ഷിത്വം ഭരിച്ചത്? ലാലാ ലജ്പത് റായെ 1928 അദ്ദേഹം ഭരിച്ചു. 1928 നവംബർ 17 പോലീസിന്റെ അറ്റാക്ക് മൂലം അടിയിടിയും കൊണ്ട് ലാലാ ലജ്പത് റായ് പിന്നെ രോഗിയായിട്ട് മരിച്ചു 1928 നവംബർ 17. അതിന്റെ റെസ്പോൺസ് എന്ന രീതിയിൽ, റിട്ടാലിയേഷൻ എന്ന രീതിയിൽ പോലീസ് ഓഫീസേഴ്സിനെ ഷൂട്ട് ചെയ്തതിന്റെ മറ്റൊരു ഫലമായിട്ടാണ്, അതിന് ശിക്ഷാ നടപടിയാണ് ഭഗത് സിംഗിനെ 1931 മാർച്ച് 23 തൂക്കിലേറ്റിയത്. വാട്ട് വാസ് ദ ഏജ്? അദ്ദേഹത്തിന്റെ ഏജ് ശ്രദ്ധിക്കണേ. തൂക്കിലേറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ ഏജ് വെറും 23 വയസ്സായിരുന്നു. 23 വയസ്സും 23.5 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഭഗത് സിംഗ്, ഷഹീദ് ഭഗത് സിംഗ് എന്നറിയപ്പെടുന്ന മാർട്ടിയർ, അല്ലെങ്കിൽ became ഷഹീദ് മാർട്ടിയർ. ഓക്കെ. Who said Swaraj is my birthright and I shall have it, I must have it? ബാൽ ഗംഗാധര തിലകിന്റെ വാക്കുകളാണ്. Who addressed Mahatma Gandhi as the father of nation? മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവായിട്ട് പറഞ്ഞത് ആരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. എവിടെയാണ്, എന്നായിരുന്നു? In a speech broadcasted by the Azad Hind Radio from Singapore on July 6, 1944. 1944 ജൂലൈ 6 ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഇദ്ദേഹത്തെ മഹാത്മാഗാന്ധിയെ ഫാദർ ഓഫ് നേഷൻ എന്ന് വിളിച്ചത്. This was the first time that Mahatma Gandhi was referred to by this appellation. Appellation എന്ന് പറഞ്ഞാൽ addition. മഹാത്മാഗാന്ധിയുടെ പേരിനോട് ചേർന്ന് ഫാദർ ഓഫ് നേഷൻ, രാഷ്ട്രപിതാവ് എന്ന് സംബോധന ചെയ്തു ആ കാലഘട്ടം സുഭാഷ് ചന്ദ്രബോസ്. A resolution asking complete independence, പൂർണ്ണ സ്വരാജ്യ, അത് എന്നായിരുന്നു? For India was moved at the session of Indian National Congress, ലാഹോർ സെഷൻ. 1929 ലാഹോർ സെഷനിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ്യം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് വേണമെന്ന് പ്രഖ്യാപിച്ചത്. അണ്ടർ ദ പ്രസിഡൻസി ഓഫ് ജവഹർലാൽ നെഹ്റു. ആ ലാഹോറിൽ 1929 ചേർന്ന ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന
സമ്മേളനത്തിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ്യം ഇന്ത്യക്ക് വേണമെന്ന് പ്രഖ്യാപിച്ചത്. Which was the summer capital of India during British rule? ബ്രിട്ടീഷുകാരുടെ സമ്മർ ക്യാപിറ്റൽ, നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി ഭവനും ഈ സിംലയിലായിരുന്നു. ഓർക്കണം കേട്ടോ. സിംല എവിടെയാണ് സിംല? ഏത് സംസ്ഥാനത്തിന്റെ ക്യാപിറ്റൽ ആണ്? നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ. വാനരസേന എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് മൂവ്മെന്റ്, കുരങ്ങുമാരസേന എന്നല്ല കേട്ടോ, ചിൽഡ്രൻസ് മൂവ്മെന്റ് ആണ്. അത് ആരായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്? ഇന്ദിരാഗാന്ധി. കുട്ടികളുടെ സേന, ഫ്രീഡം ഫൈറ്റേഴ്സ്, കുട്ടികളുടെ സേന. ഇനി സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 2 പ്രാവശ്യം വന്നിരുന്നു. ഒന്ന് 1900, ഒന്നാമത്തേത് 1929, രണ്ടാമത്തെ 1928, രണ്ടാമത്തേത് 1929. എന്തായിരുന്നു ഈ സൈമൺ കമ്മീഷൻ? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ, നിയമപരമായ ഒരു കമ്മീഷൻ ആയിരുന്നു. കോമൺലി റെഫർഡ് ടു ആ സൈമൺ കമ്മീഷൻ. 7 ബ്രിട്ടീഷ് മെമ്പേഴ്സ് അടങ്ങിയ സർ ജോൺ ഓൾസബ്രൂക്ക് സൈമൺ, അദ്ദേഹത്തിന്റെ പേരിലാണ്, അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പില് 7 ബ്രിട്ടീഷുകാർ അടങ്ങിയ കമ്മീഷൻ ആയിരുന്നു സൈമൺ കമ്മീഷൻ. 1927 നവംബറിലാണ് അത് ഫൗണ്ടഡ് ഓൺ November 1927. One of his members, അതിന്റെ ഒരു മെമ്പർ ആരായിരുന്നു അറിയോ? ക്ലെമന്റ് ആറ്റ്ലി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. അദ്ദേഹം 1934 മുതലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് ആ ഗോള അദ്ദേഹം അതിനുവേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് 1947 അദ്ദേഹം പ്രൈം മിനിസ്റ്റർ, 1947 അദ്ദേഹം ആയപ്പോൾ അദ്ദേഹമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് നിയുക്തനായ വ്യക്തിയും. അദ്ദേഹം ഈ സൈമൺ കമ്മീഷനിലെ ഒരു അംഗമായിരുന്നു. At the time of introducing Montague-Chelmsford reforms, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു 1919 Montague-Chelmsford reforms ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്ന് പറഞ്ഞിരുന്നു എന്തായിരുന്നു? A commission would be sent to India. ഇന്ത്യയിലേക്ക് ഒരു കമ്മീഷൻ അയക്കും. എന്തിനു വേണ്ടിയാ? 10 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരു കമ്മീഷൻ ഇന്ത്യയിലേക്ക് അയക്കും. എന്തിനു വേണ്ടിയാ? To examine the effects and operations of the constitutional reform. ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോമിന്റെ സാഹചര്യവും ഒരു നിയമപരമായിട്ടുള്ള ഭരണഘടന നിർമ്മാണത്തിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി, ഭരണഘടനയുടെ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടി ചില റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താ? ചില മാറ്റങ്ങൾ, ചില പുനരാവിഷ്കരണങ്ങൾ അല്ലെങ്കിൽ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി, നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 10 കൊല്ലം കഴിയുമ്പോൾ ഒരു കമ്മീഷനെ വെക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് 1919 അങ്ങനെ ഒരു തീരുമാനം അനുസരിച്ച് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ, ഏകദേശം 10 കൊല്ലമായപ്പോൾ നവംബർ 20 ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റഡ് സൈമൺ കമ്മീഷൻ ടു റിപ്പോർട്ട് ഓൺ ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോഗ്രസ്. എങ്ങനെയാണ് ഭരണഘടനാപരമായിട്ടുള്ള പ്രോഗ്രസ് എന്താണ് ഇന്ത്യയുടെ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും പുതിയ റിഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയും നിയമിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ്. The commission was strongly opposed by Indians. ഇന്ത്യക്കാര് ആ കമ്മീഷൻ എതിർത്തു. കാരണം എന്താ അറിയോ? 7 പേരും അതിന്റെ അംഗങ്ങള്, സൈമണിന്റെ നേതൃത്വത്തിലുള്ള 7 പേരും ബ്രിട്ടീഷുകാരായിരുന്നു. അതിൽ ഒരാൾ പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. നെഹ്റു, ഗാന്ധി, ജിന്നയും ഒക്കെ എതിർത്തു. അവർ ഈ അംബേദ്കറും പെരിയാർ ഇ.വി. രാമസ്വാമിയും അംബേദ്കറും അതിനെ അനുകൂലിച്ചു എന്നാണ് പറയുന്നത്. When was the second visit of the Simon Commission? നമ്മൾ കണ്ടു 1929. Who was the president of Indian National Congress at the time of Gandhi-Irving Pact? എന്താണ് ഡേറ്റ്? ഗാന്ധി-ഇർവിൻ പാക്ട് മാർച്ച് 5, 1931. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. എന്തായിരുന്നു ഗാന്ധി-ഇർവിൻ പാക്ട് എന്ന് പറഞ്ഞാൽ? ഗാന്ധി-ഇർവിൻ നിയമം എന്താണ്? ലോ എന്ന് പറയുന്നത് എന്തായിരുന്നു? അവരുടെ എഗ്രിമെന്റ് എന്തായിരുന്നു? പാക്ട് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് എഗ്രിമെന്റ്. ഒരു ആ എഗ്രിമെന്റ് സൈൻഡ് ഓൺ മാർച്ച് 5, 1931 between Mohandas Karamchand Gandhi and Lord Irwin. അന്നത്തെ വൈസ്രോയി ആയിരുന്ന 1926 മുതൽ 31 വരെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിനും ഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച ഒരു പാക്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. It marked the end of the period of civil disobedience. സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ഇന്ത്യയിലെ സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സത്യാഗ്രഹം അവസാനിപ്പിക്കുക. That Gandhi and his followers had initiated with Salt March. ഗാന്ധിയും അദ്ദേഹത്തിന്റെ അനുയായികളും കൂടി ദണ്ഡി മാർച്ചിന് അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹത്തിലൂടെ ആരംഭിച്ച
സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് സത്യാഗ്രഹം അവസാനിപ്പിക്കുക. അത് പകരമായിട്ട് എന്താണ് ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്? 1930 തന്നെ ഒത്തിരി പേര്, ഇവിടെ പറയുന്ന ടെൻസ് ഓഫ് തൗസൻഡ്, ആയിരക്കണക്കിന് പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് പറയുന്നത്. ഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരെല്ലാവരെയും റിലീസ് ചെയ്യുക. ഈ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ക്യാൻസൽ ചെയ്താൽ, അതൊന്നും ഗാന്ധി പിൻവാങ്ങിയാൽ അവരെല്ലാവരും റിലീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഉപ്പ് ഡൊമസ്റ്റിക് യൂസിന് വേണ്ടി, നമ്മുടെ എന്തിനു വേണ്ടിയാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ അവസാനത്തെ കാലഘട്ടം? ഈ ഉപ്പിന് മേൽ ചുമത്തിയ നികുതി പിൻവലിക്കുക. അങ്ങനെ നികുതി പിൻവലിച്ച് വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള അനുവാദവും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലേറ്റർ ഗാന്ധി അതിന്റെ പരിണിത ഫലമെന്നോണം ഈ ഒരു ഗാന്ധി റൂൾ ആക്ട് കാരണമെന്നോണം, അല്ലെങ്കിൽ ഗാന്ധിയും ഈ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തമ്മിൽ ഒത്തുതീർപ്പ് കാരണം ഗാന്ധി രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ലണ്ടനിൽ വെച്ച് നടക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കുകയും അതിന് അധ്യക്ഷം വഹിക്കുകയും ചെയ്തു. അതിന് പ്രിസൈഡ് ഓവർ ചെയ്യുകയും ചെയ്തത് ഗാന്ധിയാണ്. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്നായിരുന്നു 30, രണ്ടാമത്തത് 31, മൂന്നാമത്തത് 32. 1930, 30, 31, 32 കാലഘട്ടങ്ങളിലാണ് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് ലണ്ടനിൽ വെച്ച് നടക്കുന്നത്. വട്ടമേശ സമ്മേളനം എന്ന് മലയാളത്തിൽ പറയും. What was the agenda of the round table conference? എന്തായിരുന്നു? To discuss the Simon Commission report. Simon Commission report ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിച്ചത്. നാഷണൽ ഫ്രീഡം, ഈ 3 വട്ടമേശ സമ്മേളനം റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത ഇന്ത്യയുടെ നേതാവായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. രണ്ടാമത്തെ കോൺഫറൻസിൽ പങ്കെടുത്തയാള് 1931 ഗാന്ധി ആയിരുന്നു അധ്യക്ഷൻ, മഹാത്മാഗാന്ധി. Who started ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ്? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1928 ആരായിരുന്നു? ചന്ദ്രശേഖർ ആസാദ്. When did Indian National Congress adopt a resolution demanding complete പൂർണ്ണ സ്വരാജ്യം, അല്ലെ, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നായിരുന്നു ഫസ്റ്റ് ടൈം 1929. In which year Indian National Congress celebrated Independence Day for the first time? ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത് എന്നായിരുന്നു 1930 ജനുവരി 26. Which section of the Indian National Congress passed the resolution on national economic program and on fundamental rights and duties? ഇതെല്ലായിരുന്നു കറാച്ചി സെഷൻ ഓഫ് 1931. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സെഷൻ 1931. ഇന്ത്യസ് നാഷണൽ സോങ് വന്ദേ മാതരം എന്നായിരുന്നു ആദ്യമായിട്ട് പാടിയത് 1896 കൽക്കട്ട സെഷൻ ഓഫ് INC. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 1896 കൽക്കട്ട സെഷനിൽ വെച്ചാണ് ഈ വന്ദേ മാതരം, നിങ്ങൾക്ക് അറിയാമല്ലേ, വന്ദേ മാതരം ആ ഗാനം ആരംഭിച്ചത്. വന്ദേ മാതരം നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. സാൻസ്ക്രിറ്റൈസ്ഡ് ബംഗാളി പോയമാണ്, റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇൻ 1870s. ഈ കാലഘട്ടത്തിലാണ് 1870s എന്ന് പറഞ്ഞാൽ 70കളില് വിച്ച് ഇൻക്ലൂഡഡ് ആ പാട്ട്, ആ ഗാനം അദ്ദേഹത്തിന്റെ നോവലായ ആനന്ദമഠ് ആ നോവലിൽ 1882 അദ്ദേഹം അത് ഇൻക്ലൂഡ് ചെയ്തു, കൂട്ടിച്ചേർത്തു. The poem was first sung by രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആണ് അത് പാടിയത്. ഓക്കെ, 1896 രവീന്ദ്രനാഥ ടാഗോർ ആണ് ആദ്യമായിട്ട് ഈ ഗാനം പാടിയത് എന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യൻ നാഷണൽ ആന്തം ജനഗണമന അത് ആദ്യമായിട്ട് പാടിയത് 1911 ഡിസംബർ 27 കൽക്കട്ട സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ് 1911 ഡിസംബർ 27 ആ ഗാനം ആരംഭിച്ചത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യൻ നാഷണൽ ആന്തമായിട്ട് അംഗീകരിക്കുന്നത് എന്തായാലും ജനുവരി 24, 1950. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണോ അതുവരെ ഉണ്ടായിരുന്നത് 1950 ജനുവരി ഇതുവരെ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടു ജനുവരി 26 പാർലമെന്റ് സ്ഥാപിതമാണ്, പാർലമെന്റ് ഫൗണ്ട് ചെയ്യുന്നത്. അതുവരെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്, അല്ലെങ്കിൽ രാജ്യസഭ ലോക്സഭ നിലവിൽ വരുന്നവരെ, തെരഞ്ഞെടുപ്പിലൂടെ രാജ്യസഭ ലോക്സഭ നിലവിൽ വരുന്നവരെ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ഇന്ത്യയിലെ ഭരണം നടത്തിയിരുന്നത്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. Who composed the famous patriotic song Sare Jaham Se? ആരായിരുന്നു? മുഹമ്മദ് ഇക്ബാൽ. Gandhi was referred to as
മഹാത്മാ എന്ന് ആരാണ് ഗാന്ധിയെ വിശേഷിപ്പിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. ഹു വാസ് ദ ലീഡർ ഓഫ് ബാർദോലി സത്യാഗ്രഹം? 1928 ബാർദോലി സത്യാഗ്രഹത്തിന്റെ ലീഡർ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. അയൺ മാൻ ഓഫ് ഇന്ത്യ സർദാർ വല്ലഭായ് പട്ടേൽ. ഫസ്റ്റ് ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇലക്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ആണ് സുഭാഷ് ചന്ദ്രബോസ്. 1938 ഫസ്റ്റ് ഫോറിൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരായിരുന്നു? ജോർജ് യൂൾ. who presided over Congress session 3 times. 3 പ്രാവശ്യം കോൺഗ്രസ് സെഷൻ നേതൃത്വം കൊടുത്തത് അധ്യക്ഷൻ വഹിച്ച ആളായിരുന്നു ദാദാഭായ് നവറോജി, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. At which place did British government arrest Gandhi for sedition? Sedition എന്ന രാജ്യദ്രോഹത്തിന് ഗാന്ധിയെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത സ്ഥലം അഹമ്മദാബാദ്, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചാണ്. Who once remarked Nehru is a patriot, Jinnah is a politician? നെഹ്റു ഒരു രാജ്യസ്നേഹിയും ജിന്ന ഒരു രാഷ്ട്രീയക്കാരനുമാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. Who is the founder of Gaddar Party? Lala Hardayal. Okay, who founded the All India Harijan Samaj? 1932 ഓൾ ഇന്ത്യ ഹരിജൻ സമാജ് സ്ഥാപിക്കപ്പെടുന്ന ആരായിരുന്നു? സ്ഥാപിച്ചത് മഹാത്മാഗാന്ധി. എന്തായിരുന്നു ഹരിജൻ സമാജിന്റെ ലക്ഷ്യം? ഹരിജൻ സേവക സംഘ് അല്ലെങ്കിൽ ഹരിജൻ സമാജ് is a non profit organization founded by Mahatma Gandhi in 1932. ഇതിനു വേണ്ടിയായിരുന്നു? To eradicate untouchability in India. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഹിന്ദുക്കളിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ അല്ലെങ്കിൽ മനുഷ്യനെ മാറ്റി നിർത്തിയിരുന്ന കാര്യങ്ങളൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുന്ന നിർമ്മാർജ്ജനം ചെയ്യുക. വർക്കിംഗ് ഫോർ ഹരിജൻ പീപ്പിൾ, ഹരിജൻ ഓർ ദളിത് പീപ്പിൾ, താഴേക്കിടയിൽ അല്ല താഴെപ്പെട്ട അല്ലെങ്കിൽ മാർജിനൈസ്ഡ് പീപ്പിളിന് വേണ്ടി ആൻഡ് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓഫ് ഇന്ത്യ. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓഫ് ഇന്ത്യ ഒക്കെ അവരെ ഷെഡ്യൂൾഡ് കാസ്റ്റിനൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയാണ് അൺടച്ചബിലിറ്റി ഇറാഡിക്കേറ്റ് ചെയ്യുക, ഹരിജന് വേണ്ടി ദളിതിന് വേണ്ടി പ്രവർത്തിക്കുക, ഷെഡ്യൂൾഡ് കാസ്റ്റിനൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയാണ് ഹരിജൻ സേവക സംഘ് അല്ലെങ്കിൽ ഹരിജൻ സമാജ് ഗാന്ധി 1932 സ്ഥാപിച്ചത്. ഈ which section of Indian National Congress, the moderate and extremist section? രണ്ട് കോൺഗ്രസിലെ രണ്ട് ഘടകങ്ങളുണ്ടായിരുന്നു, മോഡറേറ്റ് വിഭാഗവും എക്സ്ട്രീമിസ്റ്റ് വിഭാഗവും. അത് 1916 ലക്നൌവിൽ വെച്ചാണ് അത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നത്. ഇനി ഏതായിരുന്നു ആ ഗ്രൂപ്പുകൾ? 1907 കാലഘട്ടം മുതൽ 16 വരെ ആ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്പ്ലിറ്റ് into 2 groups in 1907. Extremists and moderate at the Surat session in the year 1907. Okay, extremists were led by Lal Bal, extremists led by Lal Bal, moderate by G.K. Gopal Krishna Gokhale. Okay. When did Indian National Congress adopt the resolution of self-government for the first time? Self-government അങ്ങനെ അത് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചത് 1906 തന്നെയാണ്. Which leader died on the day of non-cooperation movement launched in 1920? 1920 non-cooperation മൂവ്മെന്റിൽ വെച്ച് മരിച്ച ആളാണ് ബാലഗംഗാധർ തിലകൻ. In 1938 സുഭാഷ് ചന്ദ്രബോസ് was elected. അത് നേരത്തെ കൊടുക്കേണ്ട നേരത്തെ അത് മാറിപ്പോയതാണ്. ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്? ആദ്യമായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ട ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആരെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്? പട്ടാഭി സീതാരാമയ്യയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഇലക്ഷനിലൂടെ പരാജയപ്പെടുത്തി. ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യപ്പെട്ട ഇലക്ഷനിലൂടെ സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തത് പട്ടാഭി സീതാരാമയ്യയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ പ്രസിഡന്റ്, ഒരേ മലയാളി മാത്രം ഉണ്ടായിരുന്നില്ല, മലയാളിയായ പ്രസിഡന്റ് ഓൺലി കേരളീയനായ പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായർ എന്നയാളാണ്. ഇനി ക്രിപ്സ് മിഷൻ വാസ് എ ഫെയിൽഡ് അറ്റംപ്റ്റ് ഇൻ ദ ലേറ്റ് 1942 ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഒരു ക്രിപ്സ് മിഷൻ, എന്താണ് ക്രിപ്സ് മിഷൻ? 1942 സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ എത്തിയ ഒരു മിഷൻ ആയിരുന്നു. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇപ്പൊ ഞാൻ പറയാം. ടു സെക്യൂർ ഇന്ത്യൻ കോർപ്പറേഷൻ. ഒന്നാമത്തെ കാര്യം ഇതാണ്,
ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആ ഒരു മിഷൻ ഇതായിരുന്നു ടു സെക്യൂർ ഫുൾ ഇന്ത്യൻ കോർപ്പറേഷൻ സപ്പോർട്ട് ഫോർ ദ എഫർട്ട് ഇൻ വേൾഡ് വാർ സെക്കൻഡ്. വേൾഡ് വാർ രണ്ടാം ലോകമായിരുന്നത് ഇന്ത്യക്കാരിൽ നിന്ന് പൂർണ്ണ സഹകരണം ലഭിക്കുന്നതിന് വേണ്ടി സ്റ്റാഫോർഡ് ക്രിപ്സിന് നേതൃത്വത്തിൽ 1942 ഇന്ത്യയിലെത്തിയ കമ്മീഷനാണ് ക്രിപ്സ് മിഷൻ. അതാണ് ക്രിപ്സ് മിഷന്റെ ലക്ഷ്യം ഒന്ന്. രണ്ടാമത്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക, രണ്ട് നേഷൻ തിയറിയൊക്കെ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെ വിഭജിക്കുക എന്നുള്ള ചിന്തകളൊക്കെ ഈ മിഷനിൽ ഭാഗമായിരുന്നു എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക, അത് നന്നായിട്ട് പഠിക്കുക. ക്രിപ്സ് മിഷനെ പറ്റി കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടതാണ്. The only national leader who was in favor of Cripps Mission plan and acceptance of the principle of Pakistan. പാകിസ്ഥാൻ എന്ന തത്വം, പാകിസ്ഥാൻ വിഭജിച്ച് ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കുക, ഇന്ത്യയെ രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യവും ഈ ക്രിപ്സ് മിഷന്റെ വളരെ അനുഭവം പ്രകടിപ്പിച്ച ഇന്ത്യക്കാരനായിരുന്നു ശ്രീ സി രാജഗോപാലാചാരി. ഡ്യൂറിംഗ് ഹൂസ് റെജിം, ആരുടെ കാലഘട്ടത്തിലാണ്, ഏത് വൈസ്രോയുടെ കാലഘട്ടത്തിലാണ് ഈ ക്രിപ്സ് മിഷൻ വന്നത്? ലോർഡ് ലില്ലിംഗോ. ഓക്കെ, 1936 മുതൽ 43 വരെ വൈസ്രോയി ആയിരുന്നു. ക്രിപ്സ് മിഷൻ വാസ് ഫെയിൽഡ് അറ്റംപ്റ്റ് late March 1942 by British government to secure full Indian cooperation support World War II. The mission was repeat ചെയ്യുന്നതാണ്. ഓക്കെ, കോൺഗ്രസ് മൂഡ് ടുവേർഡ്സ് ഇത് ഫെയിലായി, ആ ക്രിപ്സ് മിഷൻ ഫെയിലായി. കോൺഗ്രസ് അതിനെ അനുകൂലിച്ചില്ല. അതിന്റെ നേതാക്കന്മാര് സി രാജഗോപാലി ആചാര്യ ഒഴികെയുള്ള നേതാക്കന്മാര് അതിനെ എതിർത്തു. പിന്നീട് അങ്ങോട്ട് അതിന്റെ പരിണിത ഫലമായിട്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വരുന്നത്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വേർ ഇറ്റ് റിഫ്യൂസ് ടു കോപ്പറേറ്റ് വാർ എഫർട്ട്. ക്രിപ്സ് മിഷന്റെ വാറിലേക്കുള്ള ഇന്ത്യ വേൾഡ് വാർ സെക്കൻഡിലെ ബ്രിട്ടീഷുകാരെ സഹായിക്കാനുള്ള അല്ലെങ്കിൽ അവരോട് കോപ്പറേറ്റ് ചെയ്യാനുള്ള ആ ലക്ഷ്യം അത് സാധിച്ചില്ല എന്ന് മാത്രമല്ല, the British imprisoned practically the entire Congress leadership for the during ആ സമയത്ത് ഇത് ഫെയിൽ ആയപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് വന്നു. ക്വിറ്റ് ഇന്ത്യ അത് നമ്മൾ പറയും. അതിന് ശേഷമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനോട് അനുബന്ധിച്ച ആ കാലഘട്ടത്തിൽ എല്ലാ നേതാക്കന്മാരെയും പിടിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് ജയിലിലാക്കി. Who commented the Cripps mission was a post-dated check. Post-dated check അത് ഒരു വിലയില്ലാത്ത ചെക്കായിട്ട് പ്രഖ്യാപിച്ചതാണ്. ക്രാഷിംഗ് ബാങ്ക് പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്, ഡ്രോൺ ഓൺ ക്രാഷ്ഡ് ബാങ്ക്, തകർക്കപ്പെട്ട ഒരു ബാങ്കിലെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് ക്രിപ്സ് മിഷൻ എന്ന് പറഞ്ഞതാണ് ഗാന്ധി. Where did Congress Working Committee first accepted the idea? Congress Working Committee ഈ ക്വിറ്റ് ഇന്ത്യ എന്നുള്ള ഐഡിയ അക്സെപ്റ്റ് ചെയ്തത് വാർഡയിൽ വെച്ചുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ്. ഏത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ഇത് അംഗീകരിച്ചത്? ബോംബെ സെഷൻ ഓൺ സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. മൂവ്മെന്റ് Gandhi launched in August 8, date of August 8, 1942, Quit India movement. This movement launched to demand immediate independence to India. Immediate independence. പെട്ടെന്ന് സ്വാതന്ത്ര്യം നൽകണം, ഉടൻ തന്നെ കിട്ടുക. ക്വിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിട്ടുപോകുക, ഉടൻ തന്നെ പുറപ്പെട്ടു കൊടുക്കുക, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരിക. ബോംബെ സെഷൻ ഓഫ് ഇന്റർനാഷണൽ കോൺഗ്രസ് 1942 ഓഗസ്റ്റ് 8. അതിൽ വെച്ചാണ് ഗാന്ധി ഡു ഓർ ഡൈ എന്ന സ്ലോഗൻ എന്ന പ്രഖ്യാപനം നടത്തിയത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ പ്രഖ്യാപനമാണ് ഗാന്ധിയുടെ ഡു ഓർ ഡൈ. ഹു ഈസ് നോൺ ആസ് ദ ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്? ആരായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഹീറോയിൻ എന്നറിയപ്പെടുന്നത്? അരുണ ആസിഫ് അലി എന്ന സ്ത്രീയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഹീറോയിൻ. അവരാണ് ഈ കോൺഗ്രസിന്റെ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഹോയിസ്റ്റ് ദ കോൺഗ്രസ് ഫ്ലാഗ് അറ്റ് ഗ്വാലിയ ടാങ്ക് മൈതാൻ ഇൻ ബോംബെ ഡ്യൂറിംഗ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. 1942 ഗ്വാളിയ ടാങ്ക് മൈതാൻ ബോംബെയിലെ മൈതാനിൽ വെച്ച് അരുണ ആസിഫ് അലിയാണ് ആ സ്ത്രീയാണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത് പതാക ഉയർത്തിയത്. When was the Quit India movement started? നമ്മൾ നേരത്തെ കണ്ടു 1942 ഓഗസ്റ്റ് 8 ബോംബെയിലാണ്. Even though the war British were prepared to act, അതുകൊണ്ട് നേരത്തെ നമ്മൾ കണ്ടു ബ്രിട്ടീഷുകാർ ശക്തമായിട്ട് പ്രതികരിച്ചു, എല്ലാവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. മോസ്റ്റ് സ്പെൻഡ് ഇൻവെസ്റ്റ് ഓഫ് ടൈം വാർ. ഈ രണ്ടാം ലോകകാലത്ത് മുഴുവൻ നമ്മുടെ നേതാക്കന്മാരെ ഒക്കെ പിടിച്ച് ജയിലിലാക്കി ബ്രിട്ടീഷുകാരുടെ പരിണിതപരമായിട്ട്. Who wrote the book The Origin of Indian National Congress? The Origin of Indian National Congress എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യ. The Congress is in reality a civil war without arms. ആരാണ് ഇത് പറഞ്ഞത്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. കോൺഗ്രസ് is in reality
എ സിവിൽ വാർ വിത്തൗട്ട് ആംസ്. അങ്ങനെ കോൺഗ്രസിനെ പറ്റി പറഞ്ഞത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ, who was the president of the International Congress in Gaya session. 1922 ഗയ സെഷനിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു CR ദാസ്. ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം ഇതിന്റെ ബാക്കിയോടുകൂടി ആരംഭിക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് നോട്ട് എഴുതിയെടുത്ത് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും നന്നായിട്ട് പഠിച്ചു മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.